സുരേഷ് ഗോപി നന്നായിട്ട് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ ഇന്നലെ ഇരിഞ്ഞാലക്കുടയായിരുന്നു, തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ. അവിടെയൊക്കെ വളരെയധികം സ്ത്രീകളുടെ ഒരു സാന്നിധ്യം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്ത്രീകളാണ് കൂടുതലെന്ന് എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ. പിന്നെ അവർക്കൊരു ആവേശവും ഈ ഇലക്ഷനിൽ കാണാനുണ്ട്. ഒരു ഇലക്ഷനിലും ഇല്ലാത്തൊരു ആവേശം കാണാനുണ്ട്. അതൊരു നല്ല ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ കോൺഗ്രസിൽ നിന്ന് കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥിതി ഉണ്ടോ? അപ്പോൾ എന്താണ് അതിൻ്റെ പൊസിഷൻ? എന്താ ഇഷ്ടംമാതിരി ആൾക്കാർ അതേമാതിരി അവർ ചിലവരൊക്കെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കാം. കാരണം ഞാനിങ്ങനെ പോയപ്പം കെ കരുണാകരൻ്റെ മകൾക്ക് കോൺഗ്രസ്സിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ ആളുടെ മകൾക്ക്, അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് എന്തിനാണ് ഇനി വേറെ ആലോചിക്കണ്ടേ എന്നുള്ളൊരു ധൈര്യം പലർക്കും കിട്ടിയിട്ടുണ്ട്. അത് പലരോടും സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഇലക്ഷൻ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ഒഴുക്കുണ്ടാവും കോൺഗ്രസ് BJPയിലേക്ക്. കെ മുരളീധരൻ്റെ സ്ഥിതി എന്താ ഇവിടെ തൃശ്ശൂരിൽ? ഞാൻ എൻ്റെ ഒരു സഹോദരൻ എന്നുള്ള നിലയ്ക്ക് മാത്രമേ ഞാൻ അന്വേഷിച്ചിട്ടുള്ളൂ. ഞാനൊരു എതിർ കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ ഞാനൊരു അന്വേഷണം നടത്തിയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് എനിക്ക് സംഭവിച്ചു തന്നെ അദ്ദേഹത്തിന് തൃശ്ശൂർ സംഭവിക്കും. കാരണം എന്നെ ഏറ്റവും ദ്രോഹിച്ച ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കണത് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് ഒരു ഹോപ്പും തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. വേറൊന്നുണ്ട്, അദ്ദേഹം മിടുക്കനാണെന്ന് എല്ലാവരൊക്കെ പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷെ ഒരാൾക്ക് മാത്രമായിട്ട് ഇത് ഇലക്ഷൻ നടത്താൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും. കാരണം അവർക്ക് അവരുടെ പ്രാധാന്യം എവിടെ പോകണോ അവിടെ അതിന് വരുന്ന ആളെ അവർ, കാരണം കെ മുരളീധരനൊരു രീതിയുണ്ട്. അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോഴത്തെ സമവാക്യങ്ങളെല്ലാം മാറും. അതവർക്ക് സഹിക്കാൻ പറ്റില്ല. അത് തന്നെയായിരുന്നു എൻ്റെ അടുത്തും ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട് അത്. കാരണം എന്നോട് ചെയ്ത അതേ രീതിയിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇതൊക്കെ ഞാൻ അദ്ദേഹത്തിനോട് അന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയായിരുന്നു ഇവിടെ ചതിയുണ്ട്, എവിടെയോ ഇവിടെ വരരുത് എന്ന് ഞാൻ അന്ന് എൻ്റെ അടുത്ത് മിണ്ടുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്ക് വരാൻ താല്പര്യമില്ല, നിന്നെ തോൽപ്പിച്ചു, അച്ഛനെ തോൽപ്പിച്ചു, എന്നെ തോൽപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാൻ ജനങ്ങളുടെ മനസ്സ് ഞാൻ കീഴടക്കിയിട്ടാണ് എനിക്ക് ഈ 900 വോട്ടിൻ്റെ ഇത് കിട്ടിയത്. ജനങ്ങളെ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. കുറേ കോൺഗ്രസ്സുകാരുണ്ട് ഇതിനായിട്ട് ഇറങ്ങിയിട്ടില്ല. ഇവിടെ ഒരു കോക്കസാണ്. അതിൽ അവർ എല്ലാം കൂടി വീതിച്ചെടുക്കുക, അവരുടെ ആൾക്കാർക്ക് കൊടുക്കുക, വേറെ ആരെയും അടുപ്പിക്കില്ല. പണിയെടുക്കുന്നവർക്ക് യാതൊരു കാര്യവും ഈ പാർട്ടിയിലില്ല. തീർച്ചയായിട്ടും അത് ഞാൻ അനുഭവിച്ച ആളല്ലേ 2 പ്രാവശ്യം. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. കാരണം എന്നെ സഹായിച്ച ആൾക്കാരെ ഒരാളെയും ഞാൻ കെ മുരളീധരൻ്റെ കൂടെ കണ്ടില്ല. പക്ഷേ എന്നെ ദ്രോഹിച്ച എല്ലാവരും ഞാൻ കണ്ടു. അവർ ഇങ്ങനെ അദ്ദേഹത്തിനെ വിടാണ്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അങ്ങനെ എന്താ പറയണ്ട, അങ്ങനെ അദ്ദേഹത്തെ പറ്റിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. അദ്ദേഹം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് തളച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്ക് തന്നെ പറ്റുന്ന മാതിരി വർക്ക് ചെയ്യണമൊക്കെ ഉണ്ട്. അത് പോരാ. പക്ഷെ ഒരിക്കലും എനിക്കൊരു പ്രതീക്ഷയില്ല അദ്ദേഹം ഇവിടുന്ന് ജയിക്കും എന്നുള്ളത്. ചരിത്രം ആവർത്തിക്കും. കെ കരുണാകരൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രം ഇവിടെ ആവർത്തിക്കും. കെ കരുണാകരൻ്റെ കുടുംബത്തിനോടൊന്നും അങ്ങനെ ഒരു പ്രത്യേകിച്ച് ദേഷ്യമൊന്നും പലർക്കും ഇല്ല. ഞാനതിപ്പോൾ കഴിഞ്ഞ 5 കൊല്ലങ്ങളായിട്ട് ഞാൻ പല വീടുകളിലും അങ്ങനെ ഒരു ദേഷ്യമല്ല. പക്ഷേ ഇവിടെ കുറച്ച് കോൺഗ്രസ്സുകാരുണ്ട്. അവരെ ഇവിടുന്ന് പറഞ്ഞു വിടാണ്ട് ഒന്നിക്ക് ആകാശത്തേക്ക് റോക്കറ്റിലേക്കോ അല്ലെങ്കിൽ തിരിച്ചു വരാത്ത വിധം കയറ്റി വിട്ടാൽ ഇവിടെ കോൺഗ്രസ് ജയിക്കും. അല്ല, അങ്ങനെയൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ സുരേഷ് ഗോപി ജയിക്കും എന്നൊരു വിശ്വാസം എനിക്ക് നല്ലോണം ഉണ്ട്. കാരണം അദ്ദേഹത്തിന് വളരെയധികം വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് പിന്തുണയുണ്ട്. നമ്മൾ ചില സ്ഥലത്ത് വിചാരിക്കും സുരേഷ് ഗോപി പിന്നിലാണെന്ന് വിചാരിക്കുമ്പോൾ വേറൊരു ഭാഗത്ത് നിന്ന് ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അല്ല, അത് ഞാനിനി പേരെടുത്ത് പറയേണ്ട കാര്യം എന്താ? ഇവിടെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എന്തൊരു അത്യാവശ്യമായിരുന്നു ഇവിടുത്തെ MP ആയിരുന്ന ശ്രീ പ്രതാപനെ അങ്ങോട്ടേക്ക് ഈ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് എടുക്കേണ്ട കാര്യം? അല്ല, അങ്ങനത്തെ വല്ല അടിയന്തര ഘട്ടം കൂടി ഉണ്ടായിരുന്നോ? പിന്നെ അദ്ദേഹം ഒഴിഞ്ഞു കൊടുത്തു എന്നാണ് പറയണത്. ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു കൊല്ലമായിട്ട് ഇവിടുന്ന് മാറാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം മണലൂർ കേന്ദ്രീകരിച്ച് അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റ്മാരെ വെച്ചതും മണ്ഡലം പ്രസിഡന്റ്മാരെ വെച്ചതൊക്കെ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ നോട്ടം അന്ന് മണലൂരാണ്. അപ്പോൾ അദ്ദേഹത്തിനെ മാറ്റിയപ്പോഴാണ് കോൺഗ്രസ്സുകാർ വർക്കിന് ഇറങ്ങിയത്. ആ സമയത്താണ് അദ്ദേഹത്തിനെ പിടിച്ചിവിടെ വർക്കിംഗ് പ്രസിഡൻ്റാക്കി. അപ്പോൾ പിന്നെ ഒരു 10-20% കോൺഗ്രസ്സുകാർ മാറി നിൽക്കുകയാണ് ഇപ്പോൾ. അല്ലല്ല, ജോസ് വള്ളൂരൊന്നും എന്നെ ദ്രോഹിച്ചില്ല. ഒന്നാമത്തെ കാര്യം അദ്ദേഹം എൻ്റെ ഇലക്ഷൻ സമയത്ത് ഒല്ലൂർ പ്രവർത്തിക്കുകയല്ലേ, ഇല്ലാത്ത നമ്മൾ പറയാൻ പാടില്ല.
ഇവിടെ ഒരു കോക്കസ് ഉണ്ട് എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് എടുത്ത് പറയണ്ട. നമ്മൾ ഊണ് കഴിക്കുമ്പോൾ നമുക്കറിയാതെ നമ്മൾ ചോറാണ് കഴിക്കണേന്നുള്ളത്. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ പ്രതാപൻ്റെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാരെ അങ്ങ് ശ്രദ്ധിച്ചാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാൻ അവരെ പറ്റി പരാതിയും കൊടുത്തിരുന്നതാണ്. എന്നിട്ട് ആ പരാതി കൊടുത്ത ആളെ പിടിച്ചിട്ട് ഇവിടെ മണ്ഡലം പ്രസിഡൻ്റാക്കി. ഇതിൽ കൂടുതലൊരു അപമാനം എങ്ങനെയാണ് സഹിക്കുക?